അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അറബിക് പെഡഗോഗിയിൽ ഉന്നത മാർക്ക് നേടുവാൻ വേണ്ടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന 7ാമത്തെ മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നമ്മൾ 6 മോക്ക് ടെസ്റ്റുകളാണ് ചെയ്ത് കഴിഞ്ഞത്. അത് ചെയ്യാത്തവർ ഉടനെ ചെയ്യുക. നിങ്ങളുടെ മാർക്കും അതേപോലെ തന്നെ അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇഖ്തർ അഷാദ് അൻ മുവാസഫാത്തി അദകാഉ ഷഖ്സി, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെട്ട പ്രസ്താവന അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ആൻസർ ഏതാണ്? ഓപ്ഷൻ എ യഖ്ലി അൽ ഔഖാത്ത് ഫർദിയൻ, സമയം വ്യക്തിപരമായി ചെലവഴിക്കുന്നു, വ്യക്തിപരമായിട്ട് സ്വന്തം കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു, ചെലവഴിക്കുന്നു. ഓപ്ഷൻ ബി അൽ അമലുൽ ഇജ്തിമായി, സോഷ്യലായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നു. ഓപ്ഷൻ സി അൽ ഇഹ്സാസ് ബി മശാഇരിൽ ആഖിരീൻ, മറ്റുള്ളവരുടെ ഫീലിങ്സിനൊക്കെ മനസ്സിലാക്കുന്നു. ഓപ്ഷൻ ഡി ദാത്തു മഹാറ തവാസുലിയ, മറ്റുള്ളവരുമായി നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ദാത്തു മഹാറ തവാസുലിയ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരായിരിക്കും. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ പറഞ്ഞ ബി സി ഡി ഇത് മൂന്നും എന്താണ്? മറ്റുള്ളവരുമായി കൊണ്ട് ഇടപഴകി ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സ്വഭാവ സവിശേഷതകളാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഓപ്ഷൻ എ എന്താണ്? യഖ്ലി അൽ ഔഖാത്ത് ഫർദിയൻ, സ്വയം എന്താണ്, സമയം വ്യക്തിപരമായിട്ട് ഇങ്ങനെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. മിൻ സിഫാത്തിൽ മുഅല്ലിമിൽ നാജിഹ്, ഒരു വിജയിയായ അധ്യാപകൻ്റെ സവിശേഷത താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ അൽ അഹ്ദാഫുൽ മുബ്ഹമ, എന്ന് പറഞ്ഞാൽ അവ്യക്തമായ ലക്ഷ്യം. താൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് എന്താണ് ലഭിക്കേണ്ടത്, എന്താണ് അവർക്ക് പഠിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊന്ന് കൃത്യമായൊരു ബോധമോ ലക്ഷ്യമോ ഇല്ലാതെ അവ്യക്തമായിട്ട് ക്ലാസ്സിൽ വന്ന് എന്തെല്ലാം അവരെ പഠിപ്പിച്ചു പോവുക, അത്തരം ഒരു അധ്യാപകൻ. ഓപ്ഷൻ ബി റൂഹു സലബിയ, റൂഹു സലബിയ എന്ന് പറയുന്നത് നെഗറ്റീവ് ചൈതന്യം ഉണ്ടാക്കുന്ന, കുട്ടികളെപ്പോഴും ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന, അവർക്കെപ്പോഴും അതൊരു നെഗറ്റീവ് തോട്ട്സ് മാത്രം നൽകുന്ന ഒരു അധ്യാപകൻ. ഓപ്ഷൻ സി മുആഖബത്തു തുല്ലാബ്, കുട്ടികളെ ശിക്ഷിക്കുന്ന ഒരു അധ്യാപകൻ. ഓപ്ഷൻ ഡി അൽ ഇസ്തിമാ ഇല തുല്ലാബ്, കുട്ടികളെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു അധ്യാപകൻ, കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും അവരുടെ വാക്കുകൾക്ക് കാതോർക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപകൻ. ഏതാണ് ഒരു നല്ല അധ്യാപകൻ്റെ സവിശേഷത? ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ, അൽ ഇസ്തിമാ ഇല തുല്ലാബ്, കുട്ടികൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു അധ്യാപകനെയാണ് നമുക്ക് ഒരു നല്ല അധ്യാപകനെന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇഖ്തർ അത്തസ്രീഹ് അൻ ഖസായിസി അത്തക്വീം, തക്വീം എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ, ഇവാലുവേഷൻ്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ അത്തക്വീം അമലിയ മുസ്തഖില്ല, ഇവാലുവേഷൻ എന്ന് പറയുന്നത് സ്വതന്ത്രമായൊരു പ്രോസസ്സാണ്. ഓപ്ഷൻ ബി അമലിയ മുസ്തമിറ, അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓപ്ഷൻ സി അമലിയ വഹീദ ലിൽ ജാനിബിൽ മഅരിഫി, കുട്ടികളുടെ കോഗ്നിറ്റീവ് വശം, അവരെന്ത് പഠിച്ചു അത്തരം കാര്യങ്ങൾ മാത്രം എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓപ്ഷൻ ഡി അസാനി വസാലിസ് മഅൻ, രണ്ടാമത്തേതും മൂന്നാമത്തേതും ശരിയാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മൾ ഏറ്റവും അസഹായിട്ടുള്ള ഏറ്റവും ശരിയായിട്ടുള്ള ആൻസറാണ് തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ എ അത് ഒരു സ്വതന്ത്രമായ പ്രോസസ്സാണ്. ഒരു സ്വതന്ത്രമായ പ്രോസസ്സാണ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് എത്രയും എഴുതാം, അല്ലെങ്കിൽ ഏത് സമയം എത്ര സമയമെടുത്തും എഴുതാം, അങ്ങനെയൊന്നുമില്ലല്ലോ. അത്തരം ഒരു സ്വാതന്ത്ര്യമൊന്നും എന്തില്ല, ഇവാലുവേഷൻ്റെ വിഷയത്തിലില്ല. അതിന് കൃത്യമായൊരു സമയമുണ്ട്. ഒരു പാരഗ്രാഫ് എഴുതേണ്ടത് ആ ഒരു പാരഗ്രാഫാണ് എഴുതേണ്ടത്, 1 വേർഡിന് 1 വേർഡാണ് എഴുതേണ്ടത്, അല്ലേ? അപ്പോൾ അതിനൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതൊരു സ്വതന്ത്രമായ പ്രോസസ്സാണ് എന്ന് പറയുവാൻ സാധ്യമല്ല. ഇനി ഓപ്ഷൻ സി നോക്കുകയാണ് എങ്കിൽ അമലിയ വഹീദ ലിൽ ജാനിബിൽ മഅരിഫി, കുട്ടികളുടെ കോഗ്നിറ്റീവ് വശം, അവരെത്രത്തോളം അറിവ് നേടി എന്ന് മാത്രമാണ് അവിടെ നോക്കുന്നത്. അത് മാത്രമല്ലല്ലോ ഇവാലുവേഷൻ, കുട്ടികളുടെ കഴിവുകളൊക്കെ എന്ത് ചെയ്യേണ്ടത്, ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ടാകും. അവരുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ മറ്റു അവരുടെ കഴിവുകൾ, ഇതെല്ലാം എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണമല്ലോ.
അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്താണ് ഓപ്ഷൻ സിയും കറക്റ്റ് ആൻസർ അല്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അവിടെ എന്താ ചെയ്യുന്നു, എല്ലാം ഉൾപ്പെടുന്നുണ്ട് അല്ലേ. അതായത് അമലിയ മുസ്തമിറ, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് തന്നെയാണ് നമ്മൾ CCയിലും പറഞ്ഞത്, കോംപ്രിഹെൻസീവ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അന്നൽ ഇൻസാന കായിനുൻ ഇജ്തിമാഇയുൻ ലാ യസ്തതിഉ അൽ ഫുകാക് മിൻ ഉസ്രി ജമാഅ ഹാദ തസ്രീഹ് യുഷീറു ഇല. എന്താണ് ചോദ്യം? മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അവന് ഒരു ടീമുമായി ബന്ധപ്പെടാതെ ജീവിക്കാൻ സാധ്യമല്ല. ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെടാതെ അവൻ എന്ത് ചെയ്യാൻ പറ്റൂല, ജീവിക്കാൻ സാധ്യമല്ല. ഈ പ്രസ്താവന എന്താണ് സൂചിപ്പിക്കുന്നത്? എന്താണ്? മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്, അവന് ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെടാതെ അവന് ജീവിക്കാൻ സാധ്യമല്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ അൽ വലീഫത്തു താരിഖിയ, ഹിസ്റ്റോറിക്കൽ ഫങ്ഷൻ. ഓപ്ഷൻ ബി അൽ വലീഫത്തു തഫാഉലിയ, ഇൻട്രാക്റ്റീവ് ഫങ്ഷൻ. അൽ വലീഫത്തു ഷഖ്സിയ, പേഴ്സണൽ ഫങ്ഷൻ. അൽ വലീഫത്തുൽ ഇലാമിയ, ഇൻഫർമേറ്റീവ് ഫങ്ഷൻ. ഏതാണ് കറക്റ്റ് ആൻസർ? ചോദ്യമൊക്കെ വലിയൊരു സംഭവം പോലെയാണ് ചോദിച്ചിരിക്കുന്നത് എങ്കിലും വളരെ സിമ്പിളാണല്ലേ. കാരണം എന്താണ്, ഒരു മനുഷ്യന് സൊസൈറ്റിയുമായി ബന്ധപ്പെടാതെ ജീവിക്കാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ എന്താണ്, അവന് മറ്റുള്ളവരുമായിക്കൊണ്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടേ ജീവിക്കാൻ സാധിക്കുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി അൽ വലീഫത്തു തഫാഉലി അല്ലേ, ഇൻട്രാക്റ്റീവ് ഫങ്ഷനാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇഖ്തർ അത്തക്കുമുൽ ഖാത്തി, തെറ്റായ ജോഡി കണ്ടെത്താനാണ്. അസബൂറ തഫാഉലിയ, ഇൻട്രാക്റ്റീവ് ബോർഡ്, അത് ശരിയാണ് അല്ലേ. ഓപ്ഷൻ ബി അത്തഅല്ലും അൽ മഫ്തൂഹ് അൻ ബുഅദ്, ഡിസ്റ്റൻസ് ഓപ്പൺ ലേണിംഗ്, ഇതും എന്താണ് ശരിയാണ്. ഓപ്ഷൻ ഡി നോക്കാദ്യം. അദ്ദൗറാത്തു ദിറാസിയ അൽ മഫ്തൂഹ അലൽ ഇൻ്റർനെറ്റ്, എന്താണ്? മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇതൊക്കെ ഇതുപോലെ ഇനി വീണ്ടും വരുന്ന പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അദ്ദൗറാത്ത് അദ്ദിറാസിയ അൽ മഫ്തൂഹ അല ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. അപ്പോൾ ഇത് മൂന്നും ശരിയാണ്. അപ്പോൾ തെറ്റായി വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. വസായിത്ത് അൽ ഇലാമുൽ മുതഅദ്ദിദ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മൾട്ടിമീഡിയക്ക് പറയുന്ന പേരാണല്ലേ, മൾട്ടിമീഡിയയാണ് വസായിത്ത് അൽ ഇലാമുൽ മുതഅദ്ദിദ. അല്ലെങ്കിൽ നമ്മൾ അൽ വസായിത്തുൽ മുതഅദ്ദിദ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. വസായിത്ത് അൽ ഇലാം അൽ മുതഅദ്ദിദ എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിമീഡിയ ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഒരു ടെക്നോളജി എന്നുള്ള ഒരൊറ്റ പദം മാത്രം ഇവിടെ കണ്ടാൽ തന്നെ ഇത് തെറ്റാന്ന് നമുക്കറിയാം. കാരണം ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് അവിടെ വേറെ ഒന്നും അറബിയിൽ വന്നിട്ടില്ല. അപ്പോൾ അതിന് ശരിക്കും പറയും എന്താണ്? ടെക്നോളജിയ മാലൂമാത്തിയ തവാസുലിയ എന്നാണ്, അല്ലെങ്കിൽ തെക്നിയ മാലൂമാത്തിയ തവാസുലിയ എന്നാണ് വേണ്ടത്. തെക്നിയ മാലൂമാത്തിയ തവാസുലിയ. പക്ഷെ അവിടെ കൊടുത്തിരിക്കുന്നത് വസായിത്ത് അൽ ഇലാം അൽ മുതഅദ്ദിദ, മൾട്ടിമീഡിയയുടെ അറബിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തെറ്റായി വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. ഇഖ്തർ അത്തസ്രീഹ സ്വഹീഹ മിനൽ ആത്തിയ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം. യതഅല്ലമു തിഫ്ലു സഗീർ മിൻ ലഹ്ലത്തി വിലാദതിഹി, യതഅല്ലമു പഠിക്കുന്നു, അത്തിഫ്ലു സഗീർ ചെറിയ കുട്ടി പഠിക്കുന്നു, മിൻ ലഹ്ലത്തി വിലാദതിഹി അവൻ്റെ ജനനം മുതൽ തന്നെ. അപ്പോൾ ഒരു ചെറിയ കുട്ടി അവൻ്റെ ജനനം മുതൽ തന്നെ പഠിക്കുന്നു. ഓപ്ഷൻ ബി തഅല്ലുമു ലുഗ സാനിയ, രണ്ടാം ഭാഷ പഠിക്കൽ. ലുഗ സാനിയ സെക്കൻഡ് ലാംഗ്വേജ്, രണ്ടാം ഭാഷ പഠിക്കൽ. ഖദ് യജ്അലുഹു താലിബു, അത് വിദ്യാർത്ഥിയെ ആക്കി മാറ്റും. അക്സറു സഫീഹൻ, കൂടുതൽ അവനെ വിഡ്ഢിയാക്കി മാറ്റും. രണ്ടാം ഭാഷ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടുതൽ വിഡ്ഢിയായി തീരും എന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത്. ഓപ്ഷൻ സി ഇക്തിസാബുൽ ലുഗ, ഭാഷാ സമ്പാദനം, ഭാഷാ അക്വിസിഷൻ അല്ലേ, ലാംഗ്വേജ് അക്വിസിഷൻ. ലാ യതഹഖഖു അൻ ത്വരീഖത്തിൽ ബീഅത്തിൽ ഇജ്തിമാഇയ, ഭാഷാ സമ്പാദനം സാക്ഷാത്കരിക്കപ്പെടുന്നില്ല. അൻ ത്വരീഖത്തി അൽ ബീഅത്തിൽ ഇജ്തിമാഇയ,
ഒരു സോഷ്യൽ എൻവയോൺമെൻറ്റിൽ നമുക്ക് ഭാഷാ സമ്പാദനം എന്ത് ചെയ്യുന്നില്ല, സാക്ഷാത്കരിക്കുന്നില്ല. അത് ശരിയാണോ? ഓക്കെ. ഓപ്ഷൻ ഡി കുല്ലു തസ്രീഹാത്ത് സഹീഹ. ഈ പറഞ്ഞ മുഴുവൻ പ്രസ്താവനകളും ശരിയാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൽ രണ്ടാം ഭാഷ പഠിക്കുക എന്നുള്ളത് ഒരു കുട്ടിയെ കൂടുതൽ വിഡ്ഢിയാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് കൂടുതൽ അറിവുകൾ ആ ഭാഷയെക്കുറിച്ചും ആ ഭാഷ സംസ്കാരത്തെക്കുറിച്ചും ആഴത്തിൽ പഠിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അറിയാനും വിദ്യാർത്ഥിയെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓപ്ഷൻ ബി തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ഒരു ഭാഷാ സമ്പാദനം എന്നുള്ളത് ഒരു സോഷ്യൽ എൻവയോൺമെൻറ്റിൽ സാക്ഷാത്കരിക്കപ്പെടുന്നില്ല എന്നാണ്. അത് തെറ്റാണ്. കാരണം കുട്ടി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് എന്ത് ചെയ്യണത്, കുട്ടികൾക്ക് കൂടുതൽ ഭാഷാ സമ്പാദനം സാക്ഷാത്കരിക്കപ്പെടുന്നത്. കാരണം സമൂഹവുമായി ഇടപഴകുമ്പോൾ അവരുമായി കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണല്ലോ കൂടുതൽ ഭാഷ എന്ത് ചെയ്യുന്നത്, അവന് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും എന്താണ്, തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ, യതഅല്ലമു ത്വിഫ്ലു സ്വഗീർ മിൻ ലഹ്ലത്തി വിലാദതിഹി മിൻ ഇലാജി അസ്സുഉബാത്തി തഅലീമിയ. എന്താണ് സുഉബാത്തി തഅലീമിയ എന്ന് പറഞ്ഞാൽ? ലേണിംഗ് ഡിഫിക്കൽറ്റീസിന്, പഠന പ്രയാസത്തിന് ചികിത്സിക്കുന്നതിൽ പെട്ടത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ പഠന ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ട ചികിത്സക്ക് സാധ്യമാകുന്നത് എന്താണ്? ഓപ്ഷൻ എ അൽ ഉഖ്ബത്തു ഫി ദാഖിലിൽ ഫസിൽ. ഇക്കാബ് എന്ന് പറയുന്നത് എന്താണ്? ശിക്ഷ അല്ലേ, പണിഷ്മെൻറ്റ്. അൽ ഉഖ്ബത്തു ഫി ദാഖിലിൽ ഫസിൽ, ക്ലാസ് റൂമിൽ എന്ത് ചെയ്യുക, കുട്ടിയെ ശിക്ഷിക്കുക, പണിഷ്മെൻറ്റ് കൊടുക്കുക. ഓപ്ഷൻ ബി ഇജ്തിമാ ഉൽ ആബാ എന്ന് പറയുന്നത് എന്താണ്? പാരൻസ് മീറ്റിംഗ്. ഓപ്ഷൻ സി അത്തഅവുനു ബൈനൽ മദ്രസ വൽ ആയില, സ്കൂളും കുടുംബവും തമ്മിലുള്ള നല്ലൊരു ബന്ധം, ഒരു സഹകരണം. ഓപ്ഷൻ ഡി ജമീഉ മാ ദുക്കിറ. ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. ഏതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്? അപ്പോൾ ഇത്തരമൊരു ചോദ്യം കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇത്തരം ചോദ്യങ്ങളല്ല, അറബിക് പെഡഗോഗിയുടെ ഏത് ചോദ്യമാണെങ്കിലും നമ്മൾ കറക്റ്റ് ആൻസർ, ഏറ്റവും ശരിയായ ആൻസർ, അസഹുൽ അജീബ എന്നായിരിക്കും. ഏറ്റവും ശരിയായ ഉത്തരമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ ഓപ്ഷൻ എ തെറ്റാണ്. ക്ലാസ് റൂമിലെ പണിഷ്മെൻറ്റ് കൊണ്ട് ഒരു ലേണിംഗ് ഡിഫിക്കൽറ്റീസിന് എന്ത് ചെയ്യില്ല, നമുക്ക് പരിഹാരമല്ല. പിന്നെ ഇജ്തിമാ ഉൽ ആബാ, പാരൻസ് മീറ്റിംഗ്, ഇതുകൊണ്ട് ഏറെക്കുറെ നമുക്ക് സാധ്യമാകും എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനേക്കാളും അസഹായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് പാരൻസും സ്കൂളും തമ്മിലുള്ള പരസ്പരം എന്താണ്, നല്ലൊരു സഹകരണം, തമ്മിലുള്ള ഒരു തആവുനുണ്ടെങ്കിലാണ് അതിനൊന്നും നമുക്ക് ചികിത്സിച്ച് അതിന് വേണ്ട രൂപത്തിൽ കുട്ടിയെ എന്ത് ചെയ്യാൻ പറ്റുക, മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും ശരിയായ ആൻസർ അത്തആവുനു ബൈനൽ മദ്രസ വൽ ആയില എന്നുള്ളതാണ്. പാരൻസ് മീറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ തന്നെ ഈ ആയില വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പാരൻസ് മീറ്റ് കൊണ്ട് മാത്രം മതിയാവില്ല, സ്കൂളിൻ്റെ സഹകരണം കൂടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ആണ് ഓപ്ഷൻ സി ഇവിടെ കറക്റ്റ് ആകുന്നത്. ലൈസത്ത് മിൻ ഖുതുവാത്തി ഇഅദാദിൽ ഇഖ്തിബാർ. എന്താണ് ഖുതുവാത്ത്? സ്റ്റെപ്സിലെ ഇഅദാദുൽ ഇഖ്തിബാർ. എന്താണ് ഇഅദാദുൽ ഇഖ്തിബാർ? ടെസ്റ്റ് പ്രിപ്പറേഷൻ. ഒരു ടെസ്റ്റ് പ്രിപ്പറേഷൻ്റെ സ്റ്റെപ്പിൽ പെടാത്തത് ഏതാണ്? നമ്മൾ സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടി അവരുടെ പഠന നിലവാരം വിലയിരുത്താൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റുകൾ, പല വിധത്തിലുള്ള ടെസ്റ്റുകൾ ഉണ്ടാകും അല്ലേ? ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ അവിടെ നമ്മൾ പരിഗണിക്കേണ്ടതില്ലാത്ത അല്ലെങ്കിൽ ആവശ്യമായി വരാത്ത സ്റ്റെപ്പ് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം. തഹ്ദീദുൽ ഹദഫ്. എന്താണ് തഹ്ദീദുൽ ഹദഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒബ്ജക്റ്റ് സെറ്റ് ചെയ്യണം. അതായത് ആ ടെസ്റ്റിൽ നിന്ന് എന്താണോ നമ്മൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഗോൾ എന്ത് ചെയ്യണം, നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. ഓപ്ഷൻ ബി തസ്മീമുൽ ഇഖ്തിബാർ. തസ്മീമുൽ ഇഖ്തിബാർ എന്ന് പറയുന്നത് എന്താണ്? ടെസ്റ്റ് ഡിസൈൻ ചെയ്യണം.
നമുക്ക് ആ ടെസ്റ്റ് ഏത് ടെസ്റ്റാണ് കൊടുക്കുന്നത് ആ ഒരു ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഡിസൈൻ ചെയ്യണം അല്ലേ. അത് ഒരു ചോദ്യാവലിയാണെങ്കിൽ ആ രൂപത്തിൽ. അപ്പോൾ നമ്മൾ ഏത് രൂപത്തിലുള്ള ടെസ്റ്റാണോ കൊടുക്കുന്നത് ആ ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്തിരിക്കണം. ഓപ്ഷൻ സി തബാഅത്തുൽ അസ്ഇല, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് ചെയ്യണം. ഓപ്ഷൻ ഡി തൻഫീദുൽ ഇഖ്തിബാർ. തൻഫീദുൽ ഇഖ്തിബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യണം. ആ ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നടപ്പിലാക്കണം. ഇതിൽ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഈ 4ഉം ഒരു ടെസ്റ്റ് പ്രിപ്പറേഷനുമായി ആവശ്യമായിട്ടുള്ളതാണ് എന്ന് നമുക്ക് തോന്നും. അതുതന്നെയാണ് ഇത്തരം ചോദ്യം ഇടുന്ന ആളുകളും എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും ശരിയായിട്ടുള്ള ആൻസറാണ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് ആലോചിക്കാം. നമ്മൾ തഹ്ദീദുൽ ഹദഫ് വളരെ ആവശ്യമാണ് അല്ലേ. ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണമല്ലോ, അത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. തസ്മീമുൽ ഇഖ്തിബാർ, ടെസ്റ്റിനുള്ള ചോദ്യപേപ്പർ നമ്മൾ ഡിസൈൻ ചെയ്യണം. ഓപ്ഷൻ ഡി, അത് നടപ്പിലാക്കുകയും വേണം. ജസ്റ്റ് നമ്മൾ ചോദ്യപേപ്പർ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് കാര്യമില്ല, അതെന്ത് ചെയ്യണം, നടപ്പിലാക്കുകയും വേണം. എന്നാൽ ഓപ്ഷൻ സി അത്രത്തോളം പ്രാധാന്യമുണ്ടോ? നമ്മൾ ഉണ്ടാക്കിയ ചോദ്യപേപ്പറുകൾ അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കേണ്ടതുണ്ടോ? നമ്മൾ അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുത്തിട്ടില്ല എങ്കിലും നമുക്ക് ആ എക്സാം നടത്താൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ചോദ്യാവലി നമുക്ക് കുട്ടികൾക്ക് ബോർഡിൽ എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ മീഡിയാസ് ഉപയോഗിച്ച് നമുക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചോദ്യങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ അതിൽ ഒരു ടെസ്റ്റ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ആവശ്യമില്ലാത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്, തബാഅത്തുൽ അസ്ഇല എന്നുള്ളതാണ്. ലൈസത്ത് മിൻ മഹാറത്തി തഹദ്ദുസ്, സ്പീക്കിംഗ് സ്കില്ലിൽ പെടാത്തത് ഏതാണ്? മഹാറ സ്കില്ല്, തഹദ്ദുസ് സ്പീക്കിംഗ്. സ്പീക്കിംഗ് സ്കില്ലിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ വായിക്കാം. തഹ്സീനു അൽ ഖുവ്വത്തിൽ ലഫ്ലിയ, പദങ്ങൾ നല്ല ശക്തിയിൽ ഉപയോഗിക്കുക, നല്ല കോൺഫിഡൻസിൽ ഉപയോഗിക്കുക. ഓപ്ഷൻ ബി അദമു ഇഅ്തിബാറുൽ മുതഹദ്ദിസ്, സംസാരിക്കുന്ന ആളെ പരിഗണിക്കാതിരിക്കുക. ഓപ്ഷൻ സി ഇഅ്തിബാർ വഖ്തു തഹദ്ദുസ്, സംസാരിക്കുന്ന സമയം പരിഗണിക്കുക. ഓപ്ഷൻ ഡി ഇസ്തിഖ്ദാം ലുഗത്തുൻ ഖാസ, പ്രത്യേകം ഭാഷ ഉപയോഗിക്കുക. ഇവിടെ ലൈസത്ത് മിൻ മഹാറത്തി തഹദ്ദുസ്, സ്പീക്കിംഗ് സ്കില്ലിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സ്പീക്കിംഗ് സ്കില്ലിൽ പെടാത്തത് ഏതാണ്? നമുക്കറിയാം ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. അദമു ഇഅ്തിബാറുൽ മുതഹദ്ദിസ്, സംസാരിക്കുന്ന ആളെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളത് സ്പീക്കിംഗ് സ്കില്ലിൽ പെട്ടതല്ല അല്ലേ. കാരണം നമ്മൾ സംസാരിക്കുന്ന ആളെ നമ്മൾ പരിഗണിക്കണം, ആ രൂപത്തിലായിരിക്കും നമ്മൾ സംസാരം നടത്തേണ്ടത്. അതല്ലാതെ സംസാരിക്കുന്ന ആളെ പരിഗണിക്കാതെ നമ്മളൊരു സ്പീക്ക് നടത്തുക എന്നുള്ളതെന്നല്ല, അത്രത്തോളം ഒരു സ്കില്ലായിട്ടുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. മീസ തഅല്ലും അൻ ബുഅദ്, തഅല്ലും അൻ ബുഅദ് എന്നാൽ എന്താണ്? ഡിസ്റ്റൻസ് ലേണിംഗ്. ഡിസ്റ്റൻസ് ലേണിങ്ങിൻ്റെ സവിശേഷതയിൽ പെടുന്നത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഡിസ്റ്റൻസ് ലേണിങ്ങിൻ്റെ സവിശേഷതയിൽ പെടുന്നത് ഏതാണ്? നമുക്ക് ഓരോ ഓപ്ഷനുകൾ വായിക്കാം. ഓപ്ഷൻ എ മബ്ദഉ ഹുറിയത്തു തഅല്ലും, പഠിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന പ്രിൻസിപ്പൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ലേണിംഗ് ആണ് എങ്കിൽ ഏത് സമയത്തും എവിടെ വെച്ചും നമുക്ക് പഠിക്കാം, ഏത് കോഴ്സ് പഠിക്കാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. ഓപ്ഷൻ ബി അൽ ഇത്തിസാൽ ദൂന അൽ വസായിത്തിൽ ഇലക്ട്രോണിയ, ഇലക്ട്രോണിക് ഡിവൈസ് ഇല്ലാതെ കോണ്ടാക്റ്റ് ചെയ്യാം. ഇത് ശരിയാണോ? ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് വേണം, നമുക്ക് മറ്റൊരു മാധ്യമം ആവശ്യമാണല്ലേ. അപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസസ് എന്താണ് ആവശ്യമായിട്ടുള്ളതാണ്. ഓപ്ഷൻ സി മുതഖാരിബ് ഫി സമാൻ വൽ മക്കാൻ, കാലവും സ്ഥലവും ഒത്തുവരിക, കാലവും സ്ഥലവും ഒത്തുവരിക
ഇത് ശരിയാണോ? ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് കാലവും സ്ഥലവും ഒത്തുവരിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടീച്ചർ എപ്പോഴാണ് അപ്പോൾ ആ സ്ഥലത്ത് കുട്ടികൾ ഉണ്ടാവണം, ഇങ്ങനെയാണോ? അല്ലല്ലോ. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്താണ്? അത് ഒരുപക്ഷെ റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും, അതുപോലെയുള്ള മറ്റു മീഡിയാസ് ഉപയോഗിച്ചുള്ള ക്ലാസ്സുകളൊക്കെ ആയിരിക്കും. അത് ടീച്ചർ എപ്പോഴാണോ വരുന്നത് ആ സമയത്തിന് വിദ്യാർത്ഥികളും അവിടെ ഹാജരാവുക എന്നുള്ളത് അതിൻ്റെ സവിശേഷതയല്ല. കുട്ടികൾക്ക് തോന്നുന്ന സമയത്ത്, ഇഷ്ടമുള്ള സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സിയും എന്തല്ല, കറക്റ്റ് ആൻസറായിട്ട് വരുന്നില്ല. ഓപ്ഷൻ ഡി അൽ അവ്വൽ വസാനി മഅൻ, ഒന്നാമത്തേതും രണ്ടാമത്തേതും ശരിയാണ്. ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ. ഓപ്ഷൻ എ മാത്രമാണ് ശരിയായി വരുന്നത്.